ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജോയ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മൂവീസ് അപ്ലോഡ് ചെയ്ത് നമുക്ക് എങ്ങനെ കാശ് സമ്പാദിക്കാം എന്നാണ്. അപ്പോൾ മൂവീസ് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പരിപാടിയില്ല. മൂവി ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിന് നേരെ അങ്ങ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അതാണ് മെത്തേഡ്. അപ്പോൾ നമ്മൾ യൂട്യൂബിലത്തേക്കുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ യൂട്യൂബിൽ നമുക്ക് മൂവീസ് എങ്ങനെ അപ്ലോഡ് ചെയ്ത് കാശ് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഞാൻ ഇന്ന് തുടങ്ങാൻ പോകുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഡെയിലി മോഷനാണ്. ഈ ഡെയിലി മോഷൻ്റെ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൂടെ കൊടുത്തേക്കാം. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. കാരണം ഈ വീഡിയോയിൽ ഞാൻ അക്കൗണ്ടും കാര്യങ്ങളൊന്നും കാണിച്ചു തരുന്നില്ല, എങ്ങനെയാണ് ജസ്റ്റ് തുടങ്ങുക എന്നുള്ളത്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഓൾറെഡി ചെയ്തതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചാനൽ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് എനിക്ക് 113K വ്യൂസ് ഉണ്ട്. 113K വ്യൂസ്. ഞാൻ 76 വീഡിയോയെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വാച്ച് അവർ വിഷയമില്ല. $2.16 എനിക്കായത്. അപ്പോൾ ഇത്രയും വ്യൂസ് ഉണ്ടായിരുന്നിട്ട് ഈ $2.16 മാത്രമാണ് ഞാൻ ഏൺ ചെയ്തത്. ഓക്കെ, ആദ്യം ഡെയിലി മോഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഡെയിലി മോഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ താഴെ നിൽക്കുന്ന ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഓൺലൈൻ വീഡിയോ പ്ലാറ്റ്ഫോമാണ് ഡെയിലി മോഷൻ. അപ്പോൾ ഡെയിലി മോഷനിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ കാര്യത്തിലുള്ള കോപ്പി റൈറ്റും കാര്യങ്ങൾ യൂട്യൂബിനെ പോലെ വലിയ കോപ്പി റൈറ്റും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം വലിയ വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷനൊന്നും വലിയ അങ്ങനെ ഹാർഡാക്കി വെച്ചിട്ടില്ല. അതായത് ബിഗിനേഴ്സിനും വരാൻ വേണ്ടിയിട്ട് ഒരു കുറേ കാര്യങ്ങൾ എന്ത് ചെയ്ത് ഒഴിവാക്കി. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, 113K വ്യൂസ് ഉണ്ടായിരുന്നിട്ടും എനിക്ക് $2 കിട്ടിയത്. ഓക്കെ, $2 കിട്ടിയത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ജയൻറ്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പം ആഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ കമ്പനീസ് എന്ത് ചെയ്യും, ആഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൻ്റെ അടുത്ത് ചെല്ലും. പക്ഷേ ഡെയിലി മോഷൻ്റെ അടുത്ത് യൂട്യൂബിനെ പോലെ ആഡ് കൊടുക്കാനായിട്ട് വലിയ കമ്പനീസ് എന്ത് ചെയ്യുന്നില്ല. കാരണം വലിയ ഓഡിയൻസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാരും കാണില്ലല്ലോ, അപ്പോൾ അവർക്ക് അവർ ആഡ് കൊടുത്തതിന് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ആഡ് കൊടുക്കില്ല. അതാണ് ആഡ് റവന്യൂ യൂട്യൂബിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡെയിലി മോഷനിൽ വളരെ കുറവായിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിനിമ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന മൂവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം മൂവീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പഴയ മൂവീസാണ്. പിന്നെ അതാകുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നല്ല പഴയ മൂവീസ് ആണെന്നുണ്ടെങ്കിൽ എത്രയോ വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ, അതായത് RR, പുഷ്പ, ഇതൊന്നും പിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യല്ലേ, ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കളയരുത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യം നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ആദ്യം നമുക്ക് മൂവി ഡൗൺലോഡ് ചെയ്യണം അല്ലേ. അപ്പോൾ മൂവി ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്കപ്പോൾ മൂവി ഡൗൺലോഡ് ചെയ്യാനോ ഇപ്പം ഡെയിലി മോഷനിനകത്ത് മൂവി എന്നെ വിടണമെന്നില്ല, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. ഓക്കെ, മ്യൂസിക് മാത്രം ഇടരുത്. മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. സിനിമ ഇട്ട് കഴിഞ്ഞാലും കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടില്ല. ഓക്കെ, മിനിമം 10 അപ്ലോഡാണ് ഡെയിലി മോഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് 10 അപ്ലോഡ്, അതായത് പാർട്ട്ണർ പ്രോഗ്രാമിലോട്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 അപ്ലോഡ് വരെ ഇടാം. അപ്പം ഞാൻ പാർട്ട്ണർ പ്രോഗ്രാമിലായി, മനസ്സിലായില്ലേ? അതായത് ഞാൻ പാർട്ട്ണർ പ്രോഗ്രാമിലായി. യൂട്യൂബിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും വേണം ഏൺ ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല. 1000 വ്യൂസ് ആയാൽ, അതായത് 1000 പേര് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പം മുതൽ കാശ് കിട്ടുകയാണ്. ഓക്കെ, അപ്പം എനിക്ക് 100K ആയപ്പോഴും $2 ആയിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് നമുക്ക് $100 മിനിമം $100 ആയിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന റവന്യൂവിന് ലിമിറ്റ് ഒന്നുമില്ല. $100 എങ്കിലും മിനിമം ആയി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു യൂട്യൂബിനുള്ളതുപോലെ ഒരു ത്രഷ് ഹോൾഡ് ഉണ്ട്, അതായത് ഇതുവരെ എത്തണം എന്നുള്ളത്. അപ്പോൾ $100 വരെ നമ്മൾ എത്തിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് എത്ര റവന്യൂ കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് എനിക്ക് തോന്നുന്നത് പേയ്പാൽ വരുന്നുണ്ട്, റാസോർ പേ വരുന്നുണ്ട്, പയോനിയറോ അങ്ങനെ എന്തോ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിലൊക്കെ അക്കൗണ്ട് നിങ്ങൾ ജസ്റ്റ് തുടങ്ങുക. ഓക്കെ, അപ്പോൾ എനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങാത്തതിൻ്റെ കാര്യം, എൻ്റെ ATM കാർഡിൻ്റെ അകത്ത് ഇപ്പോൾ റൂപേ മാത്രമേ സപ്പോർട്ടുള്ളൂ. അപ്പോൾ റൂപേ സപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പേയ്പാലും ഇതൊന്നും തുടങ്ങാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പേയ്പാൽ അക്കൗണ്ട് നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ടും വേണം. എന്നിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി. 1000 വ്യൂസ് ആയാൽ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് വലിയ സമയമൊന്നും വേണ്ട, എന്നാൽ സമയം വേണം, എന്നാലും വലിയ സമയമൊന്നും അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ഈ ഡെയിലി മോഷൻ്റെ പുറകെ നമ്മളിങ്ങനെ പോകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമല്ല നേരെ എടുത്തിരുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ ഒരു ഉദാഹരണത്തിന്, യൂട്യൂബിൻ്റെ അകത്ത് നമ്മൾ ചെല്ലുക, എന്നിട്ട് നിങ്ങൾ ഹെൽത്ത് വീഡിയോസ് ഒന്ന് അടിക്കുക. ഹെൽത്ത് വീഡിയോസ് ഹിന്ദി ആയിക്കോട്ടെ, ഹിന്ദി എങ്കിൽ ഹിന്ദി, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ,
ഹെൽത്ത് വീഡിയോസ് ഹിന്ദി ജസ്റ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് കുറേ ഹെൽത്ത് വീഡിയോസിനായിട്ടുള്ള കുറേ വീഡിയോസ് എന്ത് ചെയ്യും നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ മൂവിയാണ് അപ്ലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. ഞാൻ ആ കാര്യം ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ലീഗലി ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, യൂട്യൂബിൻ്റെ അകത്ത് വന്ന് നടന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് വഴി പറയുന്നത്. ഈ മെത്തേഡ് തന്നെയാണ് ആ മെത്തേഡ്. ഞാൻ പിന്നെ അത് അതിൻ്റെ കൂടെ ഈ വീഡിയോയുടെ കൂടെ തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യൂട്യൂബിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ട് എനിക്കിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സീന. ഓക്കെ, അപ്പം ഞാൻ കാണിക്കുന്ന മെത്തേഡ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോയിലും ചെയ്യുക. അതായത് മൂവി നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇത് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ പോവുക, നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഓക്കെ, അതിന് നമുക്ക് ഏത് സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് ഈ ഹെൽത്ത് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഫിൽറ്റേഴ്സിൽ ചെന്നതിന് ശേഷം ക്രിയേറ്റീവ് കോമൺസ് നടിക്കുക. ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഇപ്പോൾ സാദ്ഗുരു എന്ന് പറയുന്ന വ്യക്തി, സാദ്ഗുരുവിൻ്റെ മോട്ടിവേഷൻ വീഡിയോസ് ഫുള്ളും ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ആണ്. അപ്പം നമ്മുടെ സാദ്ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീഡിയോ ഏത് പ്ലാറ്റ്ഫോമിൽ ഇട്ടാലും അദ്ദേഹത്തിന് എന്ത് ചെയ്യണ്ട, അതുവഴി അവൻ കോപ്പി റൈറ്റ് ഒന്നും കൊടുക്കില്ല. കാരണം ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി മാത്രമേ. അപ്പോൾ എല്ലാവർക്കും ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ആയിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പുള്ളി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ സാധുഗുരുവിൻ്റെ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ജസ്റ്റ് നമ്മൾ താഴോട്ട് നോക്കാൻ നേരത്ത് ക്രിയേറ്റീവ് കോമൺസ് ആട്രിബ്യൂഷൻ ലൈസൻസ് റീയൂസ് അലൗഡ്. അതെ, യൂട്യൂബിൽ നിങ്ങൾക്ക് ഇതിനെ റീയൂസ് ചെയ്യാം. അതായത് ഷോർട്ട് പോലെ കണ്ടൻ്റ് ആക്കിയിട്ട് നമുക്ക് സാധുഗുരുവിൻ്റെ സ്പീച്ച്, അതായത് ഓഡിയോ മാത്രം എടുത്തിട്ട് സാധുഗുരുവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ മോട്ടിവേഷൻ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഡെയിലി മോഷനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എൻറ്റയർ വീഡിയോ, അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് അവസാനമൊക്കെ കുറച്ച് പാർട്ട് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം സാധുഗുരുവിൻ്റെ വെച്ച് കാണിച്ചു തരാം. ഷെയർ, കോപ്പി എടുക്കുക. തേർഡ് തന്നെയാണ്, ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാം, ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്ത് വയ്ക്കുക. ഇത് തന്നെയാണ് മൂവീസിൽ നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഇത്രയും ഭാഗം മതി, ഞാൻ അവിടുത്തെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഈ ഒരു മോട്ടിവേഷണൽ വീഡിയോ ആണെങ്കിൽ, ഇതിപ്പോൾ ഒരു മൂവിയാണെന്ന് വെച്ചോ, ഒരു 2 മണിക്കൂറിൻ്റെ മൂവി. അപ്പം ഞാൻ അതിനെ 2 മണിക്കൂറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 4 പാർട്ടായിട്ടാണ് ഇടാൻ. ഫുൾ മൂവി ഒരിക്കലും അപ്ലോഡ് ചെയ്ത് പാർട്ടായിട്ട് നിങ്ങൾ മാക്സിമം ഇടാൻ ശ്രമിക്കുക. ഓക്കെ, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ ഇടുക. ഓക്കെ, അപ്പം ഞാൻ 2 മണിക്കൂർ, അതായത് 30 മിനിറ്റ് വെച്ചിട്ട് 4 പാർട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് സോങ്ങുകൾ ഇഷ്ടം പോലെ കയറി വരും. നമ്മുടെ സൗത്ത് ഇന്ത്യൻ മൂവീസ് ആകുമ്പോൾ ഒരു 5 സോങ്ങെങ്കിലും കാണും. മിനിമം ഒരു 4 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് അവിടെ പോയി. അരമണിക്കൂർ കട്ടായി കഴിഞ്ഞാൽ 1.5 മണിക്കൂറേ നമുക്ക് മൂവി ഉള്ളൂ. അതിനെ വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ കൺവേർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 15 മിനിറ്റാണ് വയ്ക്കുന്നതെങ്കിൽ 15, 30, 45 അങ്ങനെ 60 ആ റേഞ്ചിന് കട്ട് ചെയ്ത് പാട്ടായിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു മൂവിയാണെന്ന് വെച്ചോ, ഞാൻ ജസ്റ്റ് ഇപ്പം ഒരു 30 സെക്കൻഡ് എനിക്ക് മതി, അല്ല 30 അല്ല 15 മിനിറ്റ് മതി. ഞാൻ അതിന് അത്രയും ഭാഗത്തിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇപ്പോൾ കോപ്പിറൈറ്റ് മ്യൂസിക്കുകളുണ്ടാവും. അതായത് ഇപ്പോൾ സിനിമകളിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് മ്യൂസിക്കൊക്കെ ഉണ്ടാവും. ആ മ്യൂസിക്കിൻ്റെ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നേ മ്യൂട്ട് ചെയ്ത് വയ്ക്കുക. അതായത് സോങ് അവിടെ പ്ലേ ആവും, അവിടുത്തെ ആ ഭാഗം മ്യൂട്ട് ചെയ്ത് വയ്ക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. ഇത്രയും ഭാഗമാണ് മ്യൂസിക് എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പം ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തവർക്ക് ഇപ്പോൾ മൊബൈലിൽ സിമ്പിളായിട്ട് ചെയ്യാം. ഇല്ലാത്തവർക്ക് എന്താ ചെയ്യുക, ഈസി ആയിട്ട് യൂട്യൂബിൽ ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്. ഞാനത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് ജസ്റ്റ് സിമ്പിൾ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒഴിവ് സമയത്ത് ഇങ്ങനെ മൂവി ഡൗൺലോഡ് ചെയ്യുക, അതിൻ്റെ അകത്തുനിന്നുള്ള സോങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഓരോ പാർട്ടാക്കി വയ്ക്കുക. ഒരു 15 മിനിറ്റ് ഫസ്റ്റ് പാർട്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഡാഷ് മൂവി പാർട്ട് 1, ഫുൾ മൂവി പാർട്ട് 1 എന്നടിക്കുക. എന്നിട്ട് ഹിന്ദി ഡബ്ഡ് എന്ന് അടിക്കുക. എന്നിട്ട് അതിനൊരു പാർട്ടായിട്ട് വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ആ ബാക്കിയുള്ള ഭാഗത്തെ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്നിട്ട് ലാസ്റ്റ് പാർട്ട് 5 എന്ന് തന്നെ കൊടുക്കുക. എന്നിട്ട് എൻഡിങ് എന്നും കൂടെ ഒരു ഹെഡിങ് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 10 വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ 2 മൂവിയാണ് എടുക്കുന്നതെങ്കിൽ 5 പാർട്ട് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 2 മൂവി അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നിസ്സാരമായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 76 അപ്ലോഡേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് രണ്ട് ഇതിൽ കോപ്പിറൈറ്റ് കിട്ടി. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റിമൂവ് ആയിപ്പോയി. ഓക്കെ, വീഡിയോ 78 ആയിരുന്നു. അപ്പോൾ 2 വീഡിയോ എനിക്ക് കോപ്പിറൈറ്റ് കാരണം അത് പോയി. കാരണം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ അത് ചീറ്റിപ്പോയി. ഓക്കെ,
അപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡ് തന്നെ ചെയ്യുക. ഒരു പഴയ കാലഘട്ടത്തിലുള്ള, അതായത് പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ തീരെ പഴയതല്ല, ഒരു 2015 ആ റേഞ്ച് ഒക്കെയുള്ള മൂവീസൊക്കെ അപ്ലോഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താണോ സ്യൂട്ട് ആകുന്നതെന്ന് നോക്കുക. മൂവീസ് അപ്ലോഡ് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ ഹെൽത്ത് വീഡിയോസ്, ക്രിയേറ്റീവ് കോമൻസിൽ കിടക്കുന്ന ഹെൽത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഫാക്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. കാരണം ഫാക്റ്റ് വീഡിയോസൊക്കെ ഇതിൻ്റെ അകത്തില്ല, മനസ്സിലായില്ലേ? അപ്പോൾ പൊതുവേ നമ്മൾ അവരെ കണ്ടന്റ് കോപ്പി അടിച്ചിട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കോപ്പി റൈറ്റ് ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് വേറെ സീനുമില്ല. ക്രിയേറ്റീവ് കോമൻസിൽ ഇട്ട് കഴിഞ്ഞാൽ റീയൂസ് അലൗഡ് ആയതുകൊണ്ട് അവർക്കിപ്പോൾ അപ്പീൽ ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റത്തുമില്ല. ഓക്കെ, അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ആ ഒരു യൂട്ടിലൈസ് ചെയ്യുക, ഒരു അവസരത്തെ യൂട്ടിലൈസ് ചെയ്യുക. കാരണം കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മളിപ്പോഴേ തുടങ്ങി, അതായത് യൂട്യൂബൊക്കെ പണ്ടേ വന്ന സമയത്തെ തുടങ്ങിയവരിപ്പം വലിയ യൂട്യൂബേഴ്സായിട്ട് മാറി. അതേപോലെ ഇതും ഒരു ഗ്രോയിങ് പ്ലാറ്റ്ഫോമാണ്. നിങ്ങളൊന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത നമുക്കൊരു ഗ്രോയിങ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആദ്യമേ ഇവിടെ ഒരു സ്ഥാനം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു ഇതാവും. കാരണം ഇപ്പോൾ അവർ 1000 വ്യൂസ് തൊട്ട് ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇനി അവർ ചെയ്യാൻ പോകുന്ന യൂട്യൂബിനെ പോലെ ചിലപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സും 1000 വാച്ച് അവറും ആയിരിക്കും. എന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉള്ള സമയത്ത് ഇപ്പോൾ 1000 വ്യൂസേ ഉള്ളൂ, മൂവിയെങ്കിൽ മൂവി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കിട്ടേണ്ടടുത്ത് എന്നൊക്കെ വാരിയെടുക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇതാകുമ്പോൾ വലിയ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ വലിയ എഫേർട്ടും കാര്യങ്ങളൊന്നും വേണ്ട, ഇങ്ങനെ ഇതിൻ്റെ പുറകെ ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒഴിവ് സമയത്ത് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകളുടെ ഐഡിയാസ് ഞാൻ പറഞ്ഞു തരുന്നതാണ് എൻ്റെ ചാനലിൻ്റെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം. അതായത് നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ബിസിനസ് സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്കിപ്പോൾ ബിസിനസ് മൈൻഡൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ ഐഡിയയും അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഞാനൊരു ഇതിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ, അതും ഞാൻ ഭാവിയിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.